BSNL-ൽ ഉന്നത തസ്തികയിലിരുന്ന് വിരമിച്ച കൊല്ലം കൈരളി നഗർ സ്വദേശി പാപ്പച്ചൻ ഇക്കഴിഞ്ഞ മെയ് 23-നാണ് വാഹനാപകടത്തിൽ മരിച്ചത്. മരണം അപകടമാണെന്ന നിഗമനത്തിൽ അന്വേഷണം അവസാനിക്കാൻ ഒരുങ്ങുമ്പോഴാണ് സംഭവം നടന്ന സമയത്തെ 100-ലധികം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചത്. ഒടുവിൽ വാഗ്നർ കാറാണ് അപകടമുണ്ടാക്കിയതെന്നും കൃത്യം നടത്താൻ വാടകയ്ക്കെടുത്ത വാഹനത്തിന്റെ ഉടമ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്നും കണ്ടെത്തി. കേസിൽ വാഹനമോടിച്ച അനിമോനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ജീവനക്കാരായ അനൂപ്, സരിത എന്നിവർ നൽകിയ 19 ലക്ഷം രൂപയുടെ കൊട്ടേഷൻ ആയിരുന്നു കൊലപാതകമെന്നും അനിമോൻ സമ്മതിച്ചു. സെക്ഷൻ 279, 304A IPC, 134A and B of MB ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിനകത്ത് മരിച്ച പാപ്പച്ചൻ ഇന്നെ കൊന്ന അനിമോനുടെ കൺഫെഷൻ പ്രകാരം പിന്നെ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ പ്രകാരം ഇതിനകത്തെ 4 പേരുടെ പേര് ഇതിനകത്ത് ചേർത്തിട്ട് നമ്മൾ ഈ 304 കേസിനെ 302ലേക്ക് ഓൾട്ടർ ചെയ്യുന്നുണ്ട്. അനിമോന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വലിയ തുകകൾ അനൂപ് നൽകിയതായും കൊല്ലപ്പെട്ട പാപ്പച്ചന്റെ സ്ഥിര നിക്ഷേപത്തിൽ തിരിമറികൾ നടത്തിയിട്ടുള്ളതായും പോലീസ് കണ്ടെത്തി. 36 ലക്ഷം രൂപ ആദ്യം സ്ഥാപനത്തിൽ നിക്ഷേപിച്ചു. തുടർന്ന് വിവിധ ബാങ്കുകളിൽ കിടന്ന പാപ്പച്ചന്റെ 50 ലക്ഷം രൂപ സ്വകാര്യ സ്ഥാപനത്തിൽ ഇടാനായി വാങ്ങിയ ശേഷം വ്യാജരേഖ നൽകുകയായിരുന്നു. ഇട്ട തുകയ്ക്കുള്ള പലിശ ലഭിക്കാതെ വന്നത് ചോദ്യം ചെയ്തതോടെ പാപ്പച്ചനെ കൊലപ്പെടുത്തി. കൊലപാതകം നടത്താൻ അനിമോനെ സഹായിച്ച മാഹിൻ, ഷാഹിം എന്നിവരെയും പോലീസ് പിടികൂടിയിട്ടുണ്ട്. സീ മലയാളം ന്യൂസ്, കൊല്ലം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.